സൗദി അറേബ്യയിലെ വിനോദസഞ്ചാര മേഖലയിൽ സേവന നിലവാരം മെച്ചപ്പെടുത്താനും സഞ്ചാരികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുമായി ടൂറിസം മന്ത്രാലയം പുതിയ നിയമങ്ങൾ പ്രഖ്യാപിച്ചു. ട്രാവൽ ഏജൻസികൾക്ക് ലൈസൻസ് ലഭിക്കുന്നത് 20 ലക്ഷം റിയാൽ വരെ ഗ്യാരണ്ടി നിർബന്ധമാക്കുന്നതാണ് പുതിയ ഭേദഗതിയിലെ പ്രധാന മാറ്റം. സേവനങ്ങളിൽ വീഴ്ച വരുത്തുന്ന ഏജൻസികളിൽ നിന്ന് സഞ്ചാരികൾക്ക് ഉടനടി നഷ്ടപരിഹാരം ലഭിക്കുന്നതാണ് പുതിയ നിയമം. വിഷൻ 2030 ഭാഗമായി വിനോദസഞ്ചാര മേഖലയെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്താനാണ് മന്ത്രാലയത്തിന്റെ ലക്ഷ്യം. പുതിയ കരട് നിയമപ്രകാരം ടൂറിസം ലൈസൻസിനായി അപേക്ഷിക്കുന്നവർ 20 ലക്ഷം റിയാൽ ബാങ്ക് ഗ്യാരണ്ടിയോ ഇൻഷുറൻസ് രേഖയോ സമർപ്പിക്കണം. പരാതികൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സഞ്ചാരികൾക്ക് നഷ്ടപരിഹാരം നൽകാനും പിഴകൾ ഈടാക്കാനും ഈ തുക വിനിയോഗിക്കും. സേവനങ്ങളിൽ തടസ്സം നേരിട്ടാൽ അത് മന്ത്രാലയത്തെ അറിയിച്ച് 24 മണിക്കൂറിനുള്ളിൽ തന്നെ സഞ്ചാരികൾക്ക് പണം തിരികെ നൽകണമെന്ന് നിയമം അനുശാസിക്കുന്നു. ലൈസൻസ് ഫീസുകളിലും മന്ത്രാലയം പുതിയ ഘടന കൊണ്ടുവന്നു. ജനറൽ ട്രാവൽ ആൻഡ് ടൂറിസം സർവീസ് ലൈസൻസിന് 5 വർഷത്തേക്ക് 28,000 റിയാലാണ് ഫീസ്. ട്രാവൽ ആൻഡ് ടൂറിസം ഏജൻസി വിഭാഗത്തിന് ഇതേ കാലയളവിലേക്ക് 14,000 റിയാൽ നൽകണം. എന്നാൽ 1 വർഷം മുതൽ കാലാവധിയുള്ള ലൈസൻസുകൾ എടുക്കാനും സൌകര്യമുണ്ട്. അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും അയാട്ട നമ്പരുകൾ നിയമവിരുദ്ധമായി ഉപയോഗിക്കുന്നവർക്കുമെതിരെ കർശന നടപടിയുണ്ടാകും. താമസ സൌകര്യങ്ങളിൽ വൈദ്യുതിയോ വെള്ളമോ 2 മണിക്കൂറിൽ കൂടുതൽ തടസ്സപ്പെട്ടാൽ പണം തിരികെ നൽകുകയോ പകരം സംവിധാനം ഒരുക്കുകയോ വേണം. ഓരോ 25 വിനോദസഞ്ചാരികൾക്കും ഒരു ലൈസൻസ് ഉള്ള ടൂറിസ്റ്റ് ഗൈഡ് നിർബന്ധമാണ്. വിദേശികളായ വിദഗ്ധ തൊഴിലാളികൾക്ക് ഈ മേഖലയിൽ കുറഞ്ഞത് 7 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. സഞ്ചാരികളുടെ മുൻകൂർ അനുമതിയില്ലാതെ ക്രെഡിറ്റ് കാർഡുകളിൽ നിന്ന് പണം ഈടാക്കാൻ പാടില്ല. ടൂറിസ്റ്റുകളുടെ തിരിച്ചറിയൽ രേഖകൾ അനാവശ്യമായി കൈവശം വെക്കുന്നത് കുറ്റകരമാണ്. അറബിക്, ഇംഗ്ലീഷ് ഭാഷകളിൽ സേവനങ്ങൾ ലഭ്യമാക്കണമെന്നും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പരാതി പരിഹാര സംവിധാനം വേണമെന്നും പുതിയ ഭേദഗതിയിൽ പറയുന്നു. 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.